അപ്പോൾ നമ്മുടെ റിംഗ് ലൈറ്റ് ആൻഡ് ട്രൈപോഡിന്റെ ഫ്യൂച്ചേഴ്സും കാര്യങ്ങൾ, അതുപോലെ തന്നെ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ്, എങ്ങനെയാണ് ഫിറ്റിങ്, അതിന്റെ ഫുൾ വീഡിയോസ് നമുക്ക് കാണാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി നോക്കുക. അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കൻ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ വേണ്ടി നോക്കുക. അപ്പോൾ നമ്മുടെ ഫ്ലിപ്കാർട്ടിൽ ഓർഡർ ചെയ്ത് വരുത്തിയതാണ് നമ്മുടെ ട്രൈപോഡ് ആൻഡ് റിംഗ് ലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ പ്രൈസ് എന്ന് പറഞ്ഞത് 630 രൂപയാണ് ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത്. 12 ഇഞ്ച് റിംഗ് ലൈറ്റും അതുപോലെ തന്നെ 7 ഫീറ്റ് ഹൈറ്റ് വരുന്ന നമ്മുടെ ട്രൈപോഡാണ് നമ്മളിപ്പോൾ വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഫുൾ വീഡിയോ നമുക്ക് കാണാം, ഇതെങ്ങനെ ഫിറ്റ് ചെയ്യുക എന്നുള്ളതും. അപ്പോൾ നമുക്ക് റീൽസ് എടുക്കാൻ യൂട്യൂബേഴ്സിന് വേണ്ടിയിട്ട് നമുക്ക് പുതിയതായിട്ടുള്ള വീഡിയോസും കാര്യങ്ങളും ക്രിയേറ്റ് ചെയ്യാനൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് തന്നെയാണ് അത്. അപ്പോൾ നമുക്ക് ഇതിന്റെ ബ്രൈറ്റ്നസും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഇതെന്ന് പറയുന്നത് നമുക്ക് നോർമൽ ആയിട്ടുള്ള കത്തുന്ന ലൈറ്റും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതിൽ 3 കളറാണ് വരുന്നത്: വാം ലൈറ്റ്, ഡിം ലൈറ്റ്, അതുപോലെ തന്നെ നമുക്ക് നോർമൽ ആയിട്ട് ഇങ്ങനെ പ്രകാശിക്കുന്ന ലൈറ്റ്. അപ്പോൾ നമുക്ക് ഇതാണ് നമ്മുടെ വാം ലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ വാം ലൈറ്റിൽ നമ്മുടെ മുഖത്തിന്റെ ക്ലാരിറ്റി എങ്ങനെയുണ്ട്, മറ്റുള്ള കാര്യങ്ങളുണ്ട്, എങ്ങനെയുണ്ട് നോക്കാം. നമുക്ക് ഇതിൽ തന്നെ നമുക്ക് വ്യക്തമായിട്ട് ആയിരിക്കും. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ വൈറ്റ്, ഇതെന്ന് പറഞ്ഞാൽ ഒരു ഡിം ലൈറ്റ് എന്ന് പറയാം. പിന്നെ എന്ന് പറയുന്നത് വാം ലൈറ്റ്. ഈ 3 കളറാണ് ഇതിലുള്ളത്. അതുപോലെ തന്നെ നമുക്ക് ഇതിന്റെ ലെവല് നമുക്ക് കൂട്ടും കുറയ്ക്കുകയും ചെയ്യാം ബ്രൈറ്റ്നസിന്റെ. ഇതിപ്പോ കുറയുമ്പോഴുള്ളതാണ് വാം ലൈറ്റിൽ. അപ്പോൾ നമുക്കിത് 9 ലെവൽ വരയ്ക്ക് നമുക്ക് ബ്രൈറ്റ്നസ് കൂട്ടാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇത് 9 ലെവലാണ്, ഫുൾ ലെവലാണ്. അതുപോലെ തന്നെ നമുക്ക് വൈറ്റിങ്ങിലും ഇതുപോലെ തന്നെയാണ്. ഇതാണ് 1, ഇത് 2, ഇത് 3, ഇത് 4, 5, 8, 9. 9 ലെവൽ വരയ്ക്ക് നമുക്ക് ഇതിൽ ബ്രൈറ്റ്നസും കാര്യങ്ങൾ കൂട്ടാൻ വേണ്ടി പറ്റും. ഇതാണ് ഫുൾ ബ്രൈറ്റ്നസ്. നമ്മൾ കാണുന്ന ക്ലാരിറ്റി അല്ലെങ്കിൽ ഒരു വീഡിയോയിൽ തന്നെ നമുക്കൊരു വ്യത്യാസം കാണാൻ വേണ്ടി സാധിക്കും. നമുക്ക് നോർമലി നമ്മുടെ വീട്ടിൽ ലൈറ്റ് എടുക്കുമ്പോൾ അത്രയ്ക്ക് ഒരു പെർഫെക്ഷൻ നമ്മുടെ ഫേസിനും കാര്യങ്ങൾക്കൊന്നും കിട്ടത്തില്ല. അപ്പോൾ ഇതിന്റെ ഫുൾ വീഡിയോസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇപ്പോൾ എങ്ങനെ ഫിറ്റ് ചെയ്യാം, അതുപോലെ തന്നെ നമുക്ക് എങ്ങനെയാണ് നമുക്ക് ഇതിന്റെ വർക്കിംഗ് കാര്യങ്ങൾ, ഇതിന്റെ ഫ്യൂച്ചേഴ്സും കാര്യങ്ങളൊക്കെ നമുക്കിപ്പോൾ നമ്മുടെ വീഡിയോയിൽ പറയുന്നതായിരിക്കും. ഡ്രീം വേൾഡ് ഹാപ്പിനെസ് ഒന്ന് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ വേണ്ടി നോക്കുക. അപ്പോൾ റിംഗ് ലൈറ്റും ട്രൈപോഡുമായിട്ട് അറ്റാച്ച്ഡ് ആയിട്ടുള്ള നമ്മുടെ കോംബോ നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. അപ്പോൾ നമ്മൾ ഫ്ലിപ്കാർട്ടിൽ പോയിട്ട് ഓർഡർ ചെയ്തിട്ട് കൃത്യം ഒരു 4 ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് ഡെലിവറി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 7 ഡേയ്സിൻ്റെ ഉള്ളിൽ എന്തായാലും ഡെലിവറിയും കാര്യങ്ങളും കിട്ടിക്കോളും. അഥവാ നമ്മൾ വാങ്ങിച്ച് കഴിഞ്ഞിട്ട് വല്ല ഡാമേജും കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് റിട്ടേൺ അയക്കാനും വേണ്ടി പറ്റും. അപ്പോൾ നമ്മൾ ഓൺലൈനായിട്ട് ഫ്ലിപ്കാർട്ടൊന്നും ആമസോണൊന്നും അങ്ങനെ വേറെ ഏത് ആപ്പിൽ നിന്ന് നമ്മൾ പർച്ചേസ് ചെയ്യാന്നുണ്ടെങ്കിലും റിട്ടേൺ പോളിസി ഉണ്ടോ എന്ന് ആദ്യം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടി നോക്കുക. നമ്മൾ എന്ത് പ്രോഡക്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അതിൽ വല്ല ഡാമേജ് ഉണ്ടോ, അതുപോലെ തന്നെ വർക്കിംഗ് കണ്ടീഷൻ ആണോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യാൻ വേണ്ടി നോക്കുക. അഥവാ റിട്ടേൺ പോളിസി ഉണ്ടെങ്കിൽ 5 ഡേയ്സ് അല്ലെങ്കിൽ 7 ഡേയ്സിൻ്റെ ഉള്ളിലായിരിക്കും നമുക്ക് റിട്ടേൺ അയക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഡാമേജും കാര്യങ്ങളും മെയിനായിട്ട് നമ്മൾ വാങ്ങിച്ച് കഴിഞ്ഞ് പറഞ്ഞാൽ നല്ലോണം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടി നോക്കുക. അതുപോലെ തന്നെ അത് വർക്കിംഗ് കണ്ടീഷൻ ആണെന്നുള്ള കാര്യങ്ങൾ നോക്കാൻ വേണ്ടി നോക്കുക. അപ്പോൾ റിംഗ് ലൈറ്റ് ആൻഡ് ട്രൈപോഡ് കോംബോയിൽ നമുക്കത് സെറ്റ് ചെയ്യാനുള്ള സാധനങ്ങളാണ് അതൊക്കെ. അപ്പോൾ നമുക്ക് 7 ഫീറ്റ് ഹൈറ്റ് വരുന്ന നമ്മുടെ ട്രൈപോഡ്, അതുപോലെ തന്നെ റിംഗ് ലൈറ്റ് 12 ഇഞ്ചിൻ്റെയാണ്. 10 ഇഞ്ചിൻ്റെയും കൂടി കുറച്ച് വലുതായിരിക്കും, 12 ഇഞ്ചിൻ്റെയാണ്. അതുപോലെ തന്നെ നമുക്ക് കണക്ട് ചെയ്യാനുള്ള സാധനങ്ങൾ, നമുക്കിത് മൊബൈൽ കണക്ടർ, അതുപോലെ തന്നെ ജോയിൻറ്റ്, അതിൻ്റെ പേരുകളും കാര്യങ്ങളും നേരെ അറിയത്തില്ല. അപ്പോൾ ഈ ഐറ്റംസുകളൊക്കെയാണ് നമുക്കതിൽ വന്നിരിക്കുന്നത്. റിംഗ് ലൈറ്റ് നമ്മൾ വാങ്ങിച്ച് കഴിഞ്ഞ് പറഞ്ഞാൽ സെറ്റ് ചെയ്യേണ്ട കാര്യങ്ങളും ഫിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. റിംഗ് ലൈറ്റും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം വർക്കിംഗ് ആണോ നോക്കണം. അപ്പോൾ നമ്മളിപ്പോൾ ഈ ലൈറ്റും കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആണോ നോക്കിയതിന് ശേഷം ഇതിൻ്റെ പ്രകാശം കാര്യങ്ങളൊക്കെ എത്രയുണ്ട്, നമുക്ക് ഇതിൽ എത്ര കളർ ലൈറ്റ് വരുന്നുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷം നമുക്ക് അതിൽ ഫിറ്റ് ചെയ്യാൻ വേണ്ടി നോക്കാം. അഥവാ നമ്മൾ ഫിറ്റ് ചെയ്തതിന് ശേഷം ലൈറ്റ് കത്തില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് റിട്ടേൺ അയക്കാനുള്ളതാണ്. അപ്പോൾ നമുക്കിതിപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. നമ്മുടെ മൊബൈൽ ചാർജറിൻ്റെ അഡാപ്റ്ററും കാര്യങ്ങളും ഉണ്ടെങ്കിൽ മതി. അതുപോലെ തന്നെ നമുക്ക് പവർ ബാങ്കിൽ നമുക്ക് ഈ സാധനം വർക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ പവർ ബാങ്ക് ഉള്ളവർ പവർ ബാങ്ക് യൂസ് ചെയ്ത് നമുക്ക് കറണ്ടില്ലാത്ത ടൈം യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഈ അഡാപ്റ്റർ ഉപയോഗിച്ചിട്ട് ഈ ലൈറ്റും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ ഡാമേജ് ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷം നമുക്ക് ലൈറ്റ് കത്തുന്നുണ്ടോ, ലൈറ്റ് വർക്കിംഗ് ആണെന്ന് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം ട്രൈപോഡിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പവർ ബട്ടൺ, അപ്പോൾ നമുക്കിത് ഓൺ ആക്കാൻ വേണ്ടിയിട്ട് പവർ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ മതി. അതുപോലെ തന്നെ ഇതെന്ന് പറഞ്ഞാൽ പ്ലസും മൈനസും അതുപോലെ തന്നെ നമുക്ക് മോഡ് ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടിയിട്ടുണ്ട്. അപ്പോൾ 4 സ്വിച്ചും കാര്യങ്ങളാണ് ഇതിലുള്ളത്. അപ്പോൾ നമുക്കിതിൻ്റെ ലൈറ്റിൻ്റെ ബ്രൈറ്റ്നസ് കുറയ്ക്കാനും കൂട്ടാനുള്ള ഓപ്ഷനാണിത്, പ്ലസ് ആൻഡ് മൈനസ്. അതുപോലെ തന്നെ മോഡ് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ റിംഗ് ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മുഖത്ത് കുറച്ചും കൂടി നമുക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് ലൈറ്റ് ഓഫ് ആയി കഴിഞ്ഞിട്ട് ഇതിൻ്റെ പവറും കാര്യങ്ങളും എന്തൊക്കെയാണ് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കാം.
അപ്പോൾ നമ്മളിത് ട്രൈപോഡ് നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ള ട്രൈപോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ പവറും കാര്യങ്ങളും ഡീറ്റെയിലും കാര്യങ്ങളും കാണിച്ചതിന് ശേഷം കണക്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടാണ്. നമുക്ക് ഇതിന്റെ മോഡും കാര്യങ്ങളൊക്കെ നോക്കാം. അതിൽ നമുക്ക് RGBയുടെ ലൈറ്റും കാര്യങ്ങളല്ല ഇതെന്ന് പറഞ്ഞാൽ ഇതിൽ 3 കളറാണ് വരിക. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സാധാ വൈറ്റ് ആയിട്ടുള്ള കളർ എന്ന് പറയുന്നത്, അതുപോലെ തന്നെ കുറച്ച് കളർ വ്യത്യാസമായിട്ട് കുറച്ച് ഡിം വൈറ്റ് ആയിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് വാം ലൈറ്റ് ആണ്. അപ്പോൾ നമുക്ക് വാം ലൈറ്റും കാര്യങ്ങളൊക്കെ വീഡിയോസ് എടുത്ത് കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാകുന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി നോക്കുക. ഇത് നമുക്ക് വാം ലൈറ്റിലായിരിക്കും കൂടുതലും റീൽസും കാര്യങ്ങളൊക്കെ എല്ലാവരും എടുക്കാൻ വേണ്ടി നോക്കുക. അപ്പോൾ ഈ വാം ലൈറ്റിലും കാര്യങ്ങളൊക്കെ വെച്ച് നമുക്ക് ഇതിന്റെ ബ്രൈറ്റ് ലൈറ്റ് ആണ്. ബ്രൈറ്റ് ലൈറ്റിന്റെ പവറും കാര്യങ്ങളും എത്ര മോഡിൽ എത്ര ലെവലുണ്ട് നമുക്ക് നോക്കാം. ബ്രൈറ്റ്നസിന്റെ ഇതാണ് നമ്മുടെ ഏറ്റവും ലോ ആയിട്ടുള്ള ബ്രൈറ്റ് എന്ന് പറയുന്നത്. നമുക്കിത് എത്ര സ്റ്റെപ്പ് ഉണ്ട് നോക്കാം, എത്ര ലെവലുണ്ട് നമുക്ക് ബ്രൈറ്റ്നസ് എന്നുള്ള കാര്യങ്ങൾ നോക്കാൻ വേണ്ടി നോക്കാം. 1 2 3 4 5 6 7 8 9 10. അപ്പോൾ 10 ഇല്ല, 9 വരയ്ക്കേ ഉള്ളൂ. അപ്പോൾ 9 വരയ്ക്ക് ബ്രൈറ്റ്നസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിതിനെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഓക്കെ ചെയ്തുകൊണ്ട് നമുക്ക് ട്രൈപോഡിൽ അങ്ങനെ ഫിറ്റ് ചെയ്യാന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ട്രൈപോഡും റിംഗ് ലൈറ്റും അങ്ങനെ ഫിറ്റ് ചെയ്യാന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ചിലർക്ക് ഇത് എങ്ങനെ ഫിറ്റ് ചെയ്യാന്ന് അറിയത്തില്ല. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ ഫിറ്റ് ചെയ്യാന്നുള്ള കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. നമുക്ക് ഇവിടെ ആദ്യം ഡേറ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇത് കുറച്ച് ലൂസ് ചെയ്യാൻ വേണ്ടി നോക്കുക. അതിനുശേഷം അവിടെ ലൂസ് ചെയ്തതിന് ശേഷം കാല് ലെഗ് നമുക്ക് ആവശ്യമുള്ളിടത്തോളം ആവശ്യം എത്രയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രത്തോളം നമ്മൾ വിടർത്തി വയ്ക്കാൻ വേണ്ടി നോക്കുക. ഇതുവരെയുള്ള ആക്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് നമ്മുടെ റൂമിൽ നമ്മുടെ നിലത്തിനും പറ്റിയ രീതിക്ക് നമുക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ വേണ്ടി നോക്കുക. പിന്നെ അങ്ങനെ വെച്ചതിന് ശേഷം നമുക്ക് ഇവിടെ ഒന്ന് ടൈറ്റ് ആക്കണം. ഇവിടെ ഒന്ന് ടൈറ്റ് ചെയ്യണം. അത് വേറൊന്നുമല്ല, ഈ ലെഗും കാര്യങ്ങളും പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഫിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ നിലത്ത് വെക്കുക. കാണും ഇത് കാണും. അപ്പോൾ നമുക്ക് അതിന് ശേഷം കിട്ടിയിരിക്കുന്ന ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ലൂസാക്കാം. ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമ്മളിതൊന്ന് ചെറുതായിട്ട് ലൂസാക്കിയതിന് ശേഷം നേരത്തോട്ട് സ്ട്രൈറ്റ് ആക്കി വെച്ചിട്ട് ഇതൊന്ന് ടൈറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുക. ഇതിപ്പോൾ നമ്മുടെ ആവശ്യാനുസരണം വളയ്ക്കാനും തിരിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ്. റിംഗ് ലൈറ്റ് പൊന്തി നിൽക്കാനും അതുപോലെ തന്നെ ചരിഞ്ഞ് നിൽക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലൂസ് ചെയ്തിട്ട് ഇതേപോലെ ആക്കാൻ വേണ്ടി സാധിക്കും. അത് ഞാൻ എങ്ങനെയെന്ന് കാണിച്ചു തരാം. അതിനുശേഷം നമുക്ക് മൊബൈൽ വെക്കാനുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അവിടുത്തെ ക്യാപ്പും കാര്യങ്ങളും അയച്ചതിന് ശേഷം ഈ ഒരു ഇത് പേരൊന്നും അറിയില്ല, അതിൻ്റെ ഉള്ളിലേക്ക് തള്ളി തിരികതിന് ശേഷം നമ്മുടെ മൊബൈൽ ഹോൾഡറാണ്. അപ്പോൾ നമുക്കിത് ഫ്ലെക്സിബിളായിട്ട് നമുക്ക് വളച്ച് കഴിഞ്ഞ് പറഞ്ഞു കഴിഞ്ഞാൽ മൊബൈലും കാര്യങ്ങളൊക്കെ ഹോൾഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. റിംഗ് ലൈറ്റിലിപ്പോൾ എല്ലാം കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ നമ്മൾ നേരെ റിംഗ് ലൈറ്റ് എടുത്തിട്ട് നമ്മുടെ ട്രൈപോഡ് സ്റ്റാൻഡിൽ നമ്മൾ കണക്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ലൈറ്റ് വെച്ചിട്ട് അവിടെ നമുക്ക് ത്രെഡ് ഉണ്ടാവും, അവിടെ നമ്മൾ ടൈറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുക. റിംഗ് ലൈറ്റ് കറക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ അടിയിൽ മറ്റേക്ക് കറക്കാനുള്ള സാധനം ഉണ്ടാകും. അത് കറക്കി കഴിഞ്ഞെന്ന് പറഞ്ഞാൽ റിംഗ് ലൈറ്റ് ടൈറ്റ് ആയിക്കോളും. അപ്പോൾ റിംഗ് ലൈറ്റും ട്രൈപോഡും കൂട്ടിയിട്ട് അറ്റാച്ച് ചെയ്തിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും പ്ലഗ് ഊതിയിട്ട് നമുക്ക് ലൈറ്റും കാര്യങ്ങളൊക്കെ ഓൺ ആക്കാൻ വേണ്ടി നോക്കുക. അപ്പോൾ നമ്മുടെ ട്രൈപോഡിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഇതല്ല, 7 അടി വരയ്ക്ക് ഇതിന്റെ ഹൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ട്രൈപോഡ് താഴാൻ പൊന്തിക്കാൻ വേണ്ടിയിട്ട് ട്രൈപോഡിൻ്റെ അവിടെ നമുക്ക് അവിടെ ത്രെഡ് ഉണ്ടാകും. ആ ത്രെഡ് ലൂസ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതാണ് ത്രെഡ്. അപ്പോൾ നമ്മൾ ലൂസ് ചെയ്തതിന് ശേഷം പൊന്തിച്ചതിന് ശേഷം അവിടെ വീണ്ടും ടൈറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുക. ഇതിലെന്ന് പറഞ്ഞാൽ നമുക്ക് 3 ലെയറായിട്ടാണ് നമുക്ക് പൊന്തിക്കാനുള്ളത്. അപ്പോൾ ഇപ്പോൾ രണ്ടാമത്തെ ലെയർ പൊന്തിച്ച് ഇപ്പോൾ പൊന്തിക്കുന്നത് 3ാമത്തെ ലെയറാണ്. അപ്പോൾ ആ ലെയർ പൊന്തിച്ചതിന് ശേഷം അവിടെ ഇതുപോലെ തന്നെ നമുക്ക് ടൈറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുക. ടൈറ്റ് ചെയ്തിട്ട് ഫിക്സ് ചെയ്യുക.
ട്രൈപോഡിന്റെ ഹൈറ്റ് എന്ന് പറഞ്ഞത് 7 അടിയാണ്. അപ്പോൾ 7 അടി വരയ്ക്ക് നമുക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഇത് റിംഗ് ലൈറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ നിന്ന് ടെസ്റ്റ് ചെയ്തിട്ട് താഴ്ത്തിക്കാക്കാൻ വേണ്ടി ചരിച്ച് വെക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് എടുക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമുക്കിപ്പോൾ അത് ചരിക്കാത്ത വേറൊന്നുമല്ല, എനിക്ക് മേലേക്കിപ്പോൾ കയ്യെത്തത്തോണ്ട് ചരിക്കാത്തിരിക്കുന്നതാണ്. നമുക്ക് താത്താൻ വേണ്ടിയിട്ട് നമ്മുടെ അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം അവിടെ ലൂസാക്കുക. അതിന് ശേഷം നമുക്ക് ആവശ്യാനുസരണം ഹൈറ്റും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കുക. നമുക്ക് ലൈറ്റ് കുറച്ച് ചരിച്ച് വെക്കണം, താത്തി വെക്കണം എന്നൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്ന് ബാക്കത്തിൽ നിന്ന് ലൂസാക്കാൻ വേണ്ടി നോക്കുക. അതിനുശേഷം നമ്മുടെ ആവശ്യാനുസരണം ചരിച്ച് വെച്ചതിന് ശേഷം ബാക്കിൽ കയറി. അപ്പോൾ നമുക്ക് ആവശ്യാനുസരണം ഇതുപോലെ തന്നെ നമുക്ക് ചരിക്കാനും റിംഗ് ലൈറ്റ് ചരിച്ച് വെക്കുകയാണെങ്കിൽ ചരിച്ച് വെക്കുക. അവിടെ ഒന്ന് ബ്ലോക്ക് ഒന്ന് തുറക്കുക. അതിനപ്പുറം തന്നെ കുറുക്കി കഴിഞ്ഞ് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ചരിഞ്ഞ് നിന്നോളും. അതുപോലെ നമുക്ക് മൊബൈൽ ഹോൾഡും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി നോക്കാം. അപ്പോൾ നമ്മുടെ മൊബൈലും കാര്യങ്ങളൊക്കെ ഇതിലെങ്ങനെ ഹോൾഡ് ചെയ്യാന്നുള്ള കാര്യങ്ങൾ കാണിച്ചു തരാം. ഇപ്പോൾ ഇവിടെ മൊബൈൽ ഹോൾഡറാണ്. ഇവിടെ വലിച്ചതിന് ശേഷം അപ്പോൾ നമുക്ക് മൊബൈലും കാര്യങ്ങളൊക്കെ ഇതേപോലെ ഹോൾഡ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ നമുക്ക് തന്നെ എടുക്കാൻ വേണ്ടി സാധിക്കും. കാര്യങ്ങളൊക്കെ നമുക്ക് പുതിയ സ്റ്റാർട്ടിങ്ങുള്ള യൂട്യൂബേഴ്സിനും കാര്യങ്ങൾക്കൊക്കെ ഒരുപാട് എമൗണ്ട് കൊടുത്ത് നമുക്ക് റിംഗ് ലൈറ്റും കാര്യങ്ങളൊന്നും വാങ്ങിക്കാൻ വേണ്ടി സാധിക്കില്ല. അപ്പോൾ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള നമുക്ക് റിംഗ് ലൈറ്റും കാര്യങ്ങളും നോക്കുക എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ നമ്മൾ ബയോയിൽ തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഫിറ്റ് ചെയ്യാന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഫിറ്റ് ചെയ്യും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി നോക്കുക. അതുപോലെ തന്നെ നമുക്ക് റീൽസ് ചെയ്യുന്നവർക്കും അതുപോലെ തന്നെ ബിഗിനേഴ്സ് ആയിട്ടുള്ള യൂട്യൂബേഴ്സിനും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് നമ്മുടെ റിംഗ് ലൈറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ എമൗണ്ട് ബേസ് വെച്ചിട്ട് അടിപൊളി ഐറ്റം തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇതിന്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഏകദേശം ഇപ്പോൾ കണ്ടുവയ്ക്കേണ്ടിയിരിക്കുള്ളൂ. അപ്പോൾ നമുക്കിത് കറണ്ടിൽ മാത്രമല്ല, നമുക്ക് ഫോൺ ചാർജറും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ അഡാപ്റ്റർ പുതിയ നമുക്ക് ഇത് വർക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടി സാധിക്കും. അതുമല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ പവർ ബാങ്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കറണ്ടില്ലാത്ത ടൈമിൽ നമുക്ക് വീഡിയോസ് എടുക്കാനുള്ള താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പവർ ബാങ്ക് കുത്തിയിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ നമുക്ക് എടുക്കാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ അടിപൊളി വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇതേപോലത്തെ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് നമ്മുടെ യൂട്യൂബേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് നമ്മുടെ വീഡിയോസിനും നമുക്ക് മുന്നോട്ടുള്ള റീച്ചിനും കാര്യങ്ങൾക്കൊക്കെ നല്ല അഫോർഡബിൾ ആയിട്ടുള്ള ഒരു കാര്യം തന്നെ ആയിരിക്കും. നമുക്ക് ഔട്ട്റായിട്ട് പോകുമ്പോൾ നമുക്ക് ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാം സെറ്റ് തന്നെയായിരിക്കും. പക്ഷേ നമ്മൾ ഒരു വീട്ടിലുള്ളതെന്ന് ചെയ്യുമ്പോൾ നമ്മുടെ വീട്ടിലത്തെ ലൈറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് അറ്റാച്ച്ഡ് ആയിട്ട് വീഡിയോ ഒരു പെർഫെക്ഷൻ കിട്ടണമെന്നില്ല. അപ്പോൾ നമുക്ക് ഇതിൽ നമുക്ക് ഫുള്ളായിട്ട് പെർഫെക്ഷൻ കിട്ടും നമ്മൾ പറയുന്നില്ല. പക്ഷേ നമുക്ക് ബിഗിനേഴ്സ് ആയിട്ടുള്ള സ്റ്റാർട്ടിംഗ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റാർട്ടിംഗ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഒരുപാട് എമൗണ്ട് കൊടുത്ത് നമുക്ക് പ്രൊഡക്റ്റുകൾ വാങ്ങിക്കുന്നവർ നഷ്ടം തന്നെയായിരിക്കും. അപ്പോൾ നമുക്ക് സ്റ്റാർട്ടിംഗ് അല്ലേ, അപ്പോൾ നമുക്ക് ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് നമുക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നോക്കുക. അപ്പോൾ ഇതിനും കാട്ടി വില കുറഞ്ഞ റിംഗ് ലൈറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. എങ്കിലും നമുക്ക് ഒരുപാട് ഹൈയും അല്ല ഒരുപാട് ലോവോ അല്ലാത്ത രീതിക്ക് ഒരു മീഡിയം ലെവലുള്ള ഒരു ട്രൈപോഡും റിംഗ് ലൈറ്റും തന്നെയാണത്. ഇത് നമ്മുടെ 10 ഇഞ്ച് അല്ല. നിങ്ങൾ പ്രത്യേകമായിട്ട് ഒരു കാര്യം നോക്കാൻ വേണ്ടി നോക്കുക. നമ്മൾ റിംഗ് ലൈറ്റ് ബുക്കിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ റിംഗ് ലൈറ്റ് മാത്രമായിരിക്കും നമ്മൾ ആമസോണിലായാലും ഫ്ലിപ്കാർട്ടിലായാലും അതുപോലെ തന്നെ വേറെ ആപ്പിലായിരിക്കും നമ്മൾ അടിച്ചു കൊടുക്കുക. അപ്പോൾ അതിലെന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിന്റെ ബ്രൈറ്റ്നസ് ലെവൽ എത്രയുണ്ട്, അതുപോലെ തന്നെ എത്ര ഇഞ്ചിന്റെയാണ് റിംഗ് ലൈറ്റ്, നമ്മുടെ ട്രൈപോഡ് എത്ര ഹൈറ്റ് പോകുന്നു, അതിനെക്കുറിച്ച് ഡീറ്റെയിലും കാര്യങ്ങളൊന്നും സെർച്ച് ചെയ്തതിന് ശേഷം മാത്രം ബുക്ക് ചെയ്യാൻ വേണ്ടി നോക്കുക. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ 12 ഇഞ്ചിന്റെയാണ്. നമുക്ക് 10 ഇഞ്ച് എടുക്കുന്നതിനെക്കാട്ടി കൂടുതൽ 12 ഇഞ്ച് എടുക്കുന്നതായിരിക്കും ബെറ്റർ ആയി തോന്നുന്നു. 14 ഇഞ്ച് നല്ലൊക്കെ തന്നെയാണ്, പക്ഷേ നല്ലൊരു ഓവർ റേറ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കുള്ളൂ. അപ്പോൾ ഒരു മീഡിയം ലെവലിൽ നല്ലൊരു ക്വാളിറ്റിയുള്ള ഐറ്റം എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മുടെ റിംഗ് ലൈറ്റ് എന്തായാലും അടിപൊളി ഐറ്റം തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ എൻ്റെ ഇതായിട്ടുള്ള വീഡിയോസും കാര്യങ്ങളിലൊക്കെ നമുക്ക് ഈ റിംഗ് ലൈറ്റും വെച്ചിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മളുണ്ടാകും. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡ്രീംവേൾഡ് ഹാപ്പിനെസ് ഒന്ന് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി നോക്കുക. അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ വേണ്ടി നോക്കുക. അപ്പോൾ നിങ്ങളും നിങ്ങളുടെ ഫ്രണ്ട്സിലും ഇതുപോലെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ലിങ്ക് നൽകുന്ന ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി നോക്കുക. നിങ്ങൾ യൂസ് ചെയ്തില്ലെങ്കിലും നിങ്ങൾക്ക് അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ റീൽസ് എടുക്കുന്നവരെ മറ്റുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഈ ഇൻഫർമേഷൻ ഇല്ലെങ്കിൽ ഈ റീലൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി നോക്കുക. തുടർന്ന് നമ്മുടെ വീഡിയോ കാണുന്നതിന് വേണ്ടി മറക്കാത്ത ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി നോക്കുക. ടാറ്റാ ബൈ ബൈ, സീ യു, സൈനിങ് ഓഫ് രാഹുൽ.